ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്? ഈ വർഷത്തെ ലോക ഭൗമദിനത്തിൻ്റെ തീം എന്താണ്? ഇതെല്ലാമാണ് നിങ്ങളുമായി ഇന്ന് ലെറ്റ്സ് ലോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 22 ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുവാനും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈ ദിവസം പ്രചോദനം നൽകുന്നു. വ്യാവസായിക മലിനീകരണം, എണ്ണ ചോർച്ച, വിഷമാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭൗമദിനം ആവശ്യപ്പെടുന്നു. ഈ വർഷത്തെ ലോക ഭൗമദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1970 ഏപ്രിൽ 22 ആരംഭിച്ച ഈയൊരു ദിനാചരണം അതിൻ്റെ 50-ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. 1970 ഏപ്രിൽ 22 20 ദശലക്ഷം വരുന്ന അമേരിക്കക്കാർ, അഥവാ അക്കാലത്തെ US ജനതയുടെ 10% ആളുകൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റിന്റെ അലംഭാവത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. അതിനുശേഷം ഇതൊരു വാർഷിക പരിപാടിയാണ്. ഈ പ്രധാന സംഭവത്തിന്റെ ക്രെഡിറ്റ് US സെനറ്റർ ഗെയ്ലോഡ് നെൽസൺ ആണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് ആളുകളുടെ പിന്തുണ ശേഖരിക്കുകയും തൽഫലമായി പരിസ്ഥിതിയും ഭൂമി സംരക്ഷണവും ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായി മാറുകയുമുണ്ടായി. 2020 ഭൗമദിനത്തിന്റെ തീമനുസരിച്ച് ഭൗമദിനത്തിന്റെ വിഷയമെന്നുള്ളത് കാലാവസ്ഥാ പ്രവർത്തനം അഥവാ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള വലിയ വെല്ലുവിളികളും അതുപോലെ തന്നെ നമുക്കുള്ള അവസരങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ. കാലാവസ്ഥാ വ്യതിയാനം പ്രതിനിധീകരിക്കുന്നത് മാനവികതയുടെ ഭാവിയിലേക്കും നമ്മുടെ ലോകത്തെ വാസയോഗ്യമാക്കുന്ന ജീവിത സംവിധാനങ്ങളിലേക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ മോശം പ്രകടനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2018 എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 177-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. പ്രത്യേകിച്ച് വായുവിൻ്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ, ജൈവ വൈവിധ്യ പരിരക്ഷ, ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മലിനമായ 14 നഗരങ്ങൾ ഇന്ത്യയിലുണ്ട്. രാജസ്ഥാനിലെ ജോധ്പൂർ മുതൽ കിഴക്കോട്ട് ബീഹാറിലെ ഗയ വരെ നീളുന്നവയെല്ലാം വടക്കുഭാഗത്തുള്ളവയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വനമേഖല എന്നുള്ളത് 22% താഴെ മാത്രമാണ്. രാജ്യത്തുടനീളം വനനശീകരണം നടക്കുന്നു. ലോക ഭൗമദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള ക്യാമ്പയിനുകളിലൂടെ രാഷ്ട്രം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, പ്രധാനമായും ട്രീസ് ഫോർ എർത്ത്. 2020 കഴിയുന്നതോടുകൂടി തന്നെ 7.5 ബില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പൗരന്മാരെ പ്രചോദിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സർക്കാരുകൾ, NGOകൾ, കോർപ്പറേറ്റുകൾ, അക്കാഡമിക് സ്ഥാപനങ്ങൾ, മതവിഭാഗങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ പരിശ്രമത്തിലൂടെ 2016 മുതൽ 900 ദശലക്ഷത്തിലധികം വൃക്ഷങ്ങൾ ഇതിനകം ഇന്ത്യയിൽ നട്ടുപിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പൗരന്മാരെ ബോധവാന്മാരാക്കുക എന്നുള്ളത്. 2020 പരിസ്ഥിതി സാക്ഷരത 10 ദശലക്ഷം യുവാക്കളിലേക്ക് എത്തിക്കുമെന്ന പ്രതിജ്ഞയും അതിനുവേണ്ടി നിരവധി പരിപാടികൾ നടത്തുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടി വരുമ്പോൾ വലിയ അളവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് ഇന്ത്യയിൽ. പ്രതിവർഷം ഏകദേശം 5.5 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ശേഖരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ റീസൈക്കിൾ ചെയ്യുകയോ മറ്റു ഉപയോഗത്തിനായി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ പർവ്വതങ്ങൾ, വനങ്ങൾ, കടലുകൾ, നദികൾ, മറ്റു ജലാശയങ്ങളിലും മരുഭൂമികളിലും വളരുന്ന 100,000-ലധികം ഇനം മൃഗങ്ങളും 45,000 ഇനം സസ്യങ്ങളും ഇന്ത്യയിലുണ്ട്. അവരുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്നുണ്ട്. അവർക്ക് സംരക്ഷണം നൽകുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യമാണ്. ഇവയിൽ പലതും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ അഥവാ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളവയാണ്. കൂടാതെ നമ്മൾ പൗരന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഓരോ ദിവസവും ഭൗമദിനമാണെന്ന് വിശ്വസിക്കുകയും വർഷം മുഴുവനും ഈ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ ഏജൻസികൾ, കോർപ്പറേറ്റ്സ്, അക്കാഡമിക് സ്ഥാപനങ്ങൾ, NGOകൾ, മീഡിയ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവരുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായൊരു പ്രവർത്തനമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. എങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രകൃതിയെ, ഭൂമിയെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഭൂമിയെ സജ്ജീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ.